നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തടവുകാരുടെ വേതനത്തിന്റെ 1/3 ഇരകൾക്കുള്ള സമാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ തീരുമാനം. ഈ മാസം മുതൽ തടവുകാരുടെ വേതന വിഹിതം സർക്കാരിലേക്ക് അടയ്ക്കാനാണ് തീരുമാനം. 2017 സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ തടവുകാരുടെ വേതന വിഹിതം ഈടാക്കാൻ തീരുമാനിച്ചെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇരകൾക്കുള്ള സമാശ്വാസ ധനവിതരണം കുടിശ്ശികയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ ജയിൽ അധികൃതരോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടെയുള്ളവയിലെ ഒരു ദിവസത്തെ കൂലി 63 രൂപ മുതൽ 168 രൂപ വരെയാണ്. തുറന്ന ജയിലിൽ ജോലി ചെയ്യുന്ന തടവുകാർക്ക് 230 രൂപ വരെ ലഭിക്കും. തടവുകാർക്ക് ലഭിക്കുന്ന പണത്തിൽ പകുതി കുടുംബാവശ്യങ്ങൾക്കായി ചെലവഴിക്കണം. ബാക്കി തുക ക്യാന്റീൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കും. ഈ നയത്തിലാണ് ഇനി മാറ്റം വരുന്നത്. സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള വിഹിതം, ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പ് പ്രകാരം ചുമത്തുന്ന പിഴ, വ്യക്തികൾ, ജീവകാരുണ്യ സംഘടനകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സംഭാവന, പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് തുടങ്ങിയവയാണ് ഇരകൾക്കുള്ള സമാശ്വാസ നിധിയിലേക്കുള്ള മറ്റ് സ്രോതസ്സുകൾ. കഴിഞ്ഞ വർഷം അവസാനം വരെ സർക്കാർ 30 കോടിയോളം രൂപയാണ് നിധിയിലേക്ക് അനുവദിച്ചത്. മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് നാമമാത്ര ഫണ്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇക്കാരണത്താൽ ധനസഹായം സമയബന്ധിതമായി നൽകാനാകുന്നുമില്ല. കോടതികൾ വിധിക്കുന്ന സഹായധനം സമയബന്ധിതമായി നൽകാനാകുന്നില്ലെന്നത് കൂടി കണ്ടാണ് തടവുകാരിൽ നിന്നുള്ള വിഹിതം കൃത്യമായി ലഭ്യമാക്കാൻ നടപടി തുടങ്ങിയത്.